സത്യസന്ധമായ അവലോകനങ്ങളെ വിലമതിക്കുന്നവരാണ് യഥാർത്ഥ എഴുത്തുകാർ. അത്തരത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു കൃതിയാണ് ആനവാരിയും പൊൻകുരിശും. വെറും രാമൻ നായരും വെറും തോമയുമായിരുന്ന രണ്ട് സഖാക്കന്മാർ എങ്ങനെയാണ് ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയുമായത്? ഒരു തൊഴിലിനും പോകാത്തവരും തൊഴിലില്ലാവേതനം കിട്ടാത്തവരുമായ മണ്ടൻ മുത്തപ്പയും എട്ടുകാലി മമ്മൂഞ്ഞും പുട്ടിനകത്ത് പുഴുങ്ങിയ കോഴിമുട്ട വെച്ച് തൻ്റെ കാമുകന് വിളമ്പുന്ന മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ മകൾ സൈനബയും വേലക്കാരിക്ക് 2 ശമ്പളം കൊടുക്കുന്ന മഹാനഷ്ടത്തെ പരിഹരിക്കാൻ അവളെ നിക്കാഹ് കഴിച്ച ഉണ്ടക്കണ്ണൻ അന്ത്രവുമെല്ലാം നായകന്മാരെക്കാൾ വേറിട്ട കഥാപാത്രങ്ങളാണ്. പൊൻകുരിശിലാണോ മരക്കുരിശിലാണോ ഈശോമിശിഹായെ ക്രൂശിച്ചത് എന്ന തോമയുടെ പഞ്ച് ഡയലോഗിന് ചില്ലറയൊന്നുമല്ല ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. കൊച്ചുകുട്ടികൾക്കടക്കം വായിച്ചാസ്വദിക്കാൻ പാകത്തിന് വളരെ ലളിതമായ അവതരണ ശൈലി കൊണ്ട് വേറിട്ട ഒരു സാഹിത്യ സൃഷ്ടി. അതാണ് ആനവാരിയും പൊൻകുരിശും.